ഇണക്കിൽക്കൂട്ടം ഭാഗം 13. അന്തേട്ടാ മതി, വണ്ടി നിർത്ത്. അത് പറഞ്ഞത് കേട്ട് അവൻ വണ്ടി നിർത്തി. തലച്ചിരിച്ച് അവളെ നോക്കി. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വാ ഇറങ്ങ. അനന്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതെ, സത്യത്തിൽ എന്താ നിൻ്റെ ഉദ്ദേശം? അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ദേ ഈ കാണുന്ന കുന്ന് കയറണം. അവൾ മുന്നിലെ കുന്ന് ചൂണ്ടി പറഞ്ഞു. അനന്ത് വായും പൊടിച്ചു നിന്നു. മുന്നിൽ പാറ നിറഞ്ഞ ഒരു വലിയ കുന്ന്. ഈ പാറക്കുന്ന് കയറാനാണോ നീ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് എന്നെ കൊണ്ടുവന്നത്? അനന്തേട്ടാ, ഞാൻ പറഞ്ഞു കേൾക്ക്. ആ കുന്നിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോകാനാണ് ഞാൻ അനന്തേട്ടനെ വിളിച്ചു കൊണ്ടുവന്നത്. വാ. ഞാനിട്ടാ അല്ല തന്നെ മനുഷ്യന് വിശന്നിട്ട് കന്ന് കാണാൻ വയ്യ. ഇതിൻ്റെ കൂടെ കുന്നും കൂടി കയറിയ കണക്കായി, അനന്ത് പറഞ്ഞു. അവന് ചുറ്റും നോക്കി. അപ്പോഴാണ് അവിടെ ഒരു ചായക്കട കണ്ടത്. ദേ അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി വല്ലതും കഴിക്കാം. ഇരുവരും അങ്ങോട്ട് ചെന്നു. കടയിലൊരു പെൺകുട്ടിയും അവളുടെ അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. അനന്ത് കഴിക്കാനായി ദോശ ഓർഡർ ചെയ്തു. ഇരുവരും ഭക്ഷണം കഴിച്ചു. അല്ല, നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എവിടുന്ന കുട്ടികളെ? കടക്കാരൻ ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ. ഈ അമക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോവുക എന്ന് ചോദിച്ചു. പെൺകുട്ടി ചിരിച്ചു. ഓ, അപ്പോൾ ഊഹം തെറ്റിയില്ല, നിങ്ങൾ മാലയിട്ട് തൊഴാൻ വന്നതാ അല്ലേ? പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആനോ ഒന്ന് ചിരിച്ചു. അനന്ത് ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി. ആഹാ, ഈ സമയത്ത് അവിടെ അധികമാരും ഉണ്ടാവില്ല. മോളെ, നീ ഇവരെ ക്ഷേത്രത്തിൽ കൊണ്ടാക്ക്, കടക്കാരൻ മകളോട് പറഞ്ഞു. ശരി അച്ഛാ, വരൂ. പെൺകുട്ടി പറഞ്ഞു നടന്നു. അവർക്ക് പിന്നാലെ അനന്തവും അനുവും നടന്നു. പാറയിലൂടെ കുത്തനെയുള്ള കയറ്റം കുറച്ച് കഠിനം തന്നെയായിരുന്നു. ഇനിയും കുറേ ഉണ്ടോ? അനന്ത് ക്ഷീണത്തോട് ചോദിച്ചു. ഇല്ല, ഇതാ ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. അല്ല, എന്താ നിന്റെ പേര് എന്ന് അവളോട് ചോദിച്ചു. കൺമണി, അവൾ പറഞ്ഞു. കൺമണിയുടെ നാട് ഇത് തന്നെയാണോ? ആ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അമ്മാവുടെയും അപ്പാവുടേതായിരുന്നു ആ ചായക്കട. എൻ്റെ അപ്പ അമ്മാവെ കല്യാണം കഴിച്ചപ്പോൾ ആ ചായക്കട അപ്പാവുക്ക് കൊടുത്തു. തൻ്റെ അപ്പാവുക്ക് അത് വിട്ട് ടൗണിലെങ്ങാനും പോയി വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ നോക്കരുതോ? ഒരാളും ആ ചായക്കടയിൽ വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ലല്ലോ, അനന്ത് ചോദിച്ചു. അത് ഇപ്പോഴത്തെ കാര്യമാണ്. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് കച്ചവടം നടത്തിയിരുന്ന കടയായിരുന്നു അത്. 1-2 വർഷം മുമ്പ് വരെ കാലക്കേട് കൊണ്ട് ഇങ്ങനെ ആയി പോയതാ, കൺമണി വിഷമത്തോടെ പറഞ്ഞു. അതെന്താ അന്ന് ചോദിച്ചു. മാലയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന 2 പേര് കാരണമാണ് എല്ലാം ഉണ്ടായത്. കൺമണി ഒരു നിമിഷം നിന്ന്. കുറച്ച് സമയം നമുക്ക് ഇവിടെ നിൽക്കാം. മൂവരും ഒരു മരത്തടലിൽ ഇരുന്നു. ഒന്ന് വിശ്രമിച്ച ശേഷം മൂവരും വീട് നടന്നു. അല്ല, ഈ മാലയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, സത്യത്തിൽ എന്താ അത്? അനന്ത് ചോദിച്ചു. കൺമണി വായും പൊളിച്ച് അവനെ നോക്കി. ആഹാ, കൊള്ളാലോ, ഇതൊന്നും അറിയാതെയാ ഇവിടേക്ക് വന്നത്? കൺമണി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അനന്ത് അനുവിനെ നോക്കി. അതിന് ഇവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ തന്നെ പറയാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്നാൽ കമിതാക്കളാണ് അവിടെ കൂടുതലായി വരാറ്. കാരണം ആ ക്ഷേത്രത്തിൽ ഒരു ദേവീ വിഗ്രഹമുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്ന 2 പേർ ദേവിയെ ധ്യാനിച്ച് പൂജിച്ച മാല ആ വിഗ്രഹത്തിൽ ചാർത്തി പ്രാർത്ഥിച്ചാൽ അവർ ഒന്നാകുമെന്നാണ് വിശ്വാസം. അവരെ പിരിക്കാൻ ലോകത്ത് ഒരു ശക്തിക്ക് സാധിക്കില്ല. അനന്ത് അത്ഭുതത്തോടെ അവളെ നോക്കി. ഇത് സത്യം തന്നെയാണോ അതോ ആളെ പറ്റിക്കാനാണോ? അനന്ത് ചോദിച്ചു. വേണ്ട ചേട്ടാ, ഇവിടുത്തെ വിശ്വാസത്തെപ്പറ്റി ദോഷം പറഞ്ഞാൽ തല കാണില്ല. കൺമണി താക്കിയത് നൽകി. അതെന്താ, തല പൊടിത്തെറിക്കുമോ? ഇല്ല, വെട്ടിയെടുക്കും. ഞങ്ങളുടെ തമ്പ്രാൻ കുഞ്ഞ്. അനന്ത് അന്താളിപ്പോടെ അവളെ നോക്കി. തമ്പ്രാൻ കുഞ്ഞോ? അതാരാ? അവന് മനസ്സിലാവാതെ ചോദിച്ചു. ഈ നാട്ടിലെ പ്രമാണിയാ, ഞങ്ങളുടെയൊക്കെ കൺകണ്ട ദൈവം. വിഷ്ണു ശർമ്മൻ എന്ന പേര്. ഞങ്ങൾ തമ്പ്രാൻ കുഞ്ഞെന്നാണ് വിളിക്കാറ്. ഈ നാട്ടിലെ നീതി നിയമമൊക്കെ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നത് അദ്ദേഹമാണ്. ഒരാളും അദ്ദേഹത്തെ എതിർക്കാൻ ധൈര്യപ്പെടില്ല. ആളെന്താ, കേടിയാണോ? അങ്ങനെ റൗഡിയൊന്നുമല്ല. തെമ്മാടത്തം കാണിച്ചാൽ നല്ല ശിക്ഷ കൊടുക്കും. അതാരായാലും ശരി. ഒരു കാര്യം കേൾക്കണോ? 1-2 വർഷം മുമ്പ് നിങ്ങളെപ്പോലെ 2 പേര് ഇവിടെ തൊഴാൻ വന്നു. 2 പേരുടെ ചിരിയും കളിയൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ പൂജാരി തന്നെ പ്രാർത്ഥിച്ചു പോയിരുന്നു, ദൈവമേ ഇവർ പിരിക്കരുത് എന്ന്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു 2 ആളും. അനന്തും അനുവും അവൾ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് എന്തു പറ്റി? അനു ആകാംക്ഷയോട് ചോദിച്ചു. അവർ പോയി കുറേ നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി ക്ഷേത്രത്തിൽ വന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ടായിരുന്നു വന്നത്. എന്തിന്?
ആ പയ്യൻ അവളെ ചതിക്കുകയായിരുന്നത്രേ. കുടുംബഭാഗ്യയുടെ പേരിൽ ആ പെണ്ണിനോട് പ്രണയം നടിച്ച് വിശ്വാസം നേടിയെടുത്തു. ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോൾ അവൻ അവളെ തള്ളിക്കളഞ്ഞു. വേറെ ഏതോ വലിയ തറവാട്ടിലെ പെണ്ണായിട്ട് അവരുടെ കല്യാണം ഉറപ്പിച്ചത്രേ. അനു ഒന്ന് പകച്ചു. എന്നിട്ട് നാട്ടുകാരും പൂജാരിയും ആ കുട്ടി ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. ദേവിയുടെ മുന്നിൽ വന്ന് മാലയിട്ടതല്ലേ, മോളുടെ സ്നേഹത്തിന് ശക്തിയുണ്ടെങ്കിൽ ഉറപ്പായും നീതി ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ ഇരുത്തി എല്ലാവരും കൂടി ഈ വിവരങ്ങളെല്ലാം തമ്പ്രാൻകുഞ്ഞിനെ അറിയിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് ക്ഷേത്രക്കുളത്തിൽ മരിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയാണ്. അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പും ഉണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ തമ്പ്രാൻകുഞ്ഞിന് അരിശം കയറി. ആളുകളുമായി ആ പയ്യൻ്റെ നാട്ടിൽ ചെന്നു. ഖാദർ മണ്ഡപത്തിൽ നിന്ന് അവനെ വലിച്ചിറക്കി ഇവിടുത്തെ ദേവീസന്നിധിയിൽ കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെ ജഡത്തിന് മുമ്പിലിട്ട് അവനെ പൊതിരെ തല്ലി. ഒരു പെൺകുട്ടിയോട് വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ പേരിൽ അവനെ തമ്പ്രാൻകുഞ്ഞ് തന്നെ ശിക്ഷ വിധിച്ചു. ഇനിയുള്ള കാലം ക്ഷേത്രത്തിലെ ജോലികളൊക്കെ ചെയ്ത് അവിടെ തന്നെ കഴിയുക. ശിക്ഷയായി എന്നും രാവിലെ 100 ചാട്ടവാറടി. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ശിക്ഷ അതിലും കഠിനമായിരിക്കും. അനന്തമൊന്ന് നീട്ടി. എന്നിട്ട് ആ പയ്യൻ ഒരാഴ്ച വരെ കടിച്ചു പിടിച്ച് നിന്നു. അവസാനം സഹിക്കവയ്യാതെ അവനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. രണ്ടാളൊന്ന് പകച്ചുകൊണ്ട് പരസ്പരം നോക്കി. അപ്പോൾ കേസൊന്നും ഉണ്ടായില്ലേ? കൺമണി ചിരിച്ചു. എന്ത് കേസ്? വിഷ്ണു ശർമ്മനെതിരെ കേസ് കൊടുക്കാൻ ഒരുത്തരം ധൈര്യം വരില്ല, കൺമണി പറഞ്ഞു. അപ്പോഴേക്കും മൂവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആ ക്ഷേത്രത്തിലെത്തിയല്ലോ, ഇന്ന് തിരക്ക് കുറവാ, നിങ്ങൾ ചെന്ന് തൊഴുതോളൂ, കൺമണി പറഞ്ഞു. അനുവും അനന്തവും പുഞ്ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി. പിന്നെ അകത്തേക്ക് നടന്നു. അമ്പലത്തിൽ പൂജാരിയും സഹാരികളും അല്ലാതെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരുവരും ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് തൊഴുതു. അല്ല, ഈ മാലയിട്ട് തൊഴുന്നതിനെ ആരോടൊന്ന് ചോദിക്കുക? ഇവരെ ചുറ്റും നോക്കി. അപ്പോഴാണ് അവിടുത്തെ പൂജാരികളിൽ ഒരാൾ അതുവഴി വന്നത്. തിരുമേനി, അനി വിളിച്ചു. അയാൾ നിന്ന് അവരെ നോക്കി. ഞങ്ങളിവിടെ മാലയിട്ട് തൊഴാൻ വന്നതാ, അതിനെന്താ വേണ്ടത്? അയാൾ ഇരുവരെയും സംശയത്തോടെ ഒന്ന് നോക്കി. ദാ അവിടുത്തെ നിന്ന് ചീത്ത മുറിക്കണം, എന്നിട്ട് പൂജാരിക്ക് കൊടുത്താൽ മതി, അയാൾ പറഞ്ഞു. ശരി, വാ എന്തേട്ടാ. അവൾ അവൻ്റെ കയ്യും പിടിച്ച് നടന്നു. അയാൾ രണ്ടുപേരെയും ഒന്ന് നോക്കി. അവർ ചീട്ട് കീറി പൂജാരിക്ക് അടുത്ത് ചെന്നു. പൂജാരി അത് വാങ്ങി പൂമാല പൂജിച്ച് പുറത്തേക്ക് വന്നു. വരൂ. ഇരുവരും പൂജാരിക്ക് പിന്നാലെ ചെന്നു. പുറത്തൊരു കൽവിഗ്രഹത്തിന് മുന്നിലെത്തി. പൂജാരി പൂമാല ഇരുവർക്കും നൽകി. ശക്തിയുള്ള ദേവിയാണ് ഇവിടുത്തെ അമ്മ. നിങ്ങളുടെ സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനയോടെ ആ മാല വിഗ്രഹത്തിൽ ചാർത്തിക്കോളൂ. ഇരുവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു. പിന്നെ പൂമാല വിഗ്രഹത്തിൽ ചാർത്തി. പൂജാരി ഇരുവരെയും അനുഗ്രഹിച്ച് നടന്നു. അനുവും അനന്തും ചുറ്റുമൊന്ന് കാണാനായി നടന്നു. ക്ഷേത്രത്തിലെ ജോലിക്കാരൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇരുവരും പാറപ്പുറത്ത് ചെന്നിരുന്നു. ഇതൊക്കെ സത്യമാണോ അനു? ഈ മാലയിട്ട് തൊഴുതാൽ നമ്മൾ ആർക്കും പിരിക്കാൻ സാധിക്കില്ലെന്ന്? സംശയം എന്താ? ആത്മാർത്ഥ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ദേവിക്ക് കഴിയില്ല. ഉറപ്പായും നമ്മെ ദേവി കൈവിടില്ല, അനു ഉറപ്പ് പറഞ്ഞു. അന്നത് പതിയെ എഴുന്നേറ്റു. അവൻ വല്ലാത്തൊരു ഭാവത്തെ ചിരിച്ചു. ആത്മാർത്ഥ സ്നേഹമാണെങ്കിലല്ലേ ദേവി കൂടെ ഉണ്ടാകൂ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം മാറി. അവൾ പതിയെ എഴുന്നേറ്റു. അനന്തേട്ടനെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ സത്യം എങ്ങനെ പറയണമെന്നാ? അനന്തേട്ടാ, അവൾ അറിയാതെ വിളിച്ചു പോയി. അവൻ പൊട്ടിച്ചിരിച്ചു. നീ എന്താ കരുതിയത്? ഞാൻ തേവർ മഠത്തിലെ സന്തതിയാണ്. ബന്ധുശത്രുക്കളായ പൂമംഗലം തറവാട്ടിലെ പെണ്ണിനെ പ്രണയിക്കാനും മാത്രം വിഡ്ഢിയാണോ ഞാൻ? ഒരിക്കലുമല്ല. ഈ ദിവസം ഇങ്ങനെ നിന്നെ തനിച്ച് കിട്ടുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, പ്രതികാരം ചെയ്യാൻ വേണ്ടി, അവൻ അരിശത്തോട് പറഞ്ഞു. എല്ലാം കേട്ട് ആകെ തരിച്ചു നിൽക്കുകയായിരുന്നു അനുരാധ. ഇതെല്ലാം കണ്ട് ജോലിക്കാരനും ഒന്ന് പകച്ചു. ഇവരും ചരിത്രം ആവർത്തിക്കാനാണ് വന്നിരിക്കുന്നത്, വിടരുതവനെ. അത് പറഞ്ഞ് അയാൾ തിരിഞ്ഞോടി. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനുപേട്ട, ഇങ്ങനൊന്നും പറയരുത്. ചീ, നാ വടക്കടി. നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ വീണ് പോയെന്നോ? അതൊന്നുമല്ല, നീ പൂമംഗലത്ത് പെണ്ണായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ നടന്നത്. എന്തിനാണെന്നോ? അറിയണ്ടേ നിനക്കത്? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് നിസ്സഹായതയോടെ അവനെ നോക്കി. അറിയണ്ടേ നിനക്ക്? ശത്രു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ
എന്തിനാ ഞാൻ വലവീശിയതെന്ന്? അവൻ അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. അവന് കരഞ്ഞുകൊണ്ട് മുഖം കുഴച്ചു. അവൻ അവളുടെ അരികിലേക്ക് വന്നു. തുടരും.